നമസ്കാരം. അമേരിക്കയിലെ ലൂയിസ്വില്ലയിൽ കാർഗോ വിമാനം കത്തിയമർന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പ്രാദേശിക സമയം വൈകുന്നേരം 5:15 വിമാനം മുഹമ്മദ് അലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് ടേക്ക് ഓഫിനിടെ പെട്ടെന്ന് തീപിടിക്കുകയുണ്ടായിരുന്നു. അപകടത്തിൽ 3 പേർ മരിക്കുകയും 11ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് കെൻഡി ഗവർണർ അറിയിച്ചിട്ടുള്ളത്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യത ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഗവർണർ പറയുന്നത് അപകടത്തിൽ 3 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഔദ്യോഗികമായി തന്നെയാണ് സ്ഥിരീകരിച്ചത്. മരണസംഖ്യ ഉയരാൻ സാധ്യത ഉണ്ട് എന്നാണ് ഗവർണർ തന്നെ പറയുന്നത്. 11ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണെന്നാണ് ഗവർണർ ആൻഡി ബെഷിയർ പറയുന്നത്. UPS കാർഗോ മക്ഡൊണാൾഡ് ഡക്ക് MD-11 വിമാനം ടേക്ക് ഓഫിന് പിന്നാലെ തകർന്നതായാണ് US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും സ്ഥിരീകരിച്ചത്. കാർഗോ വിമാനം ഫ്ലൈറ്റ് നമ്പർ 2976 ഹോണോലുവിലേക്ക് പറക്കുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നതെന്നാണ് ഗവർണറും അതോടൊപ്പം തന്നെ ഏവിയേഷൻ അധികൃതരും പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ വരും സമയങ്ങളിൽ പുറത്തേക്ക് വിടുമെന്നാണ് US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ മിക്ക വിമാനങ്ങളും പലയിടത്ത് വെച്ച് തകർന്നു വീഴുന്നു എന്ന വാർത്ത വരും ദിവസങ്ങളിലും അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലും നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ്. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നെഗറ്റീവ് ഇമ്പാക്ട് തന്നെ അമേരിക്കയിലേക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രധാന കാരണമായാണ് മാറുന്നത്. ഇന്നലെ കെൻഡിക്കിലെ ലൂയിസ്വില്ല മുഹമ്മദ് അലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട UPS ഫ്ലൈറ്റ് 2976 വിമാനമാണ് തകർന്നു വീണത്. മക്ഡൊണാൾഡ് ഡക്ക് MD-11 വിമാനം ഹോണോലുവിലെ ഡാനിയൽ കെ ഇനോയി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്നു. സംഭവത്തിൽ അപകട കാരണം AFAയും അതോടൊപ്പം തന്നെ NTSBയും അന്വേഷിക്കും. NTSB അന്വേഷണത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുമെന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. സംഭവത്തിൽ US ഗതാഗത സെക്രട്ടറി ഷോൺ ഡഫി ദുഃഖം രേഖപ്പെടുത്തി. കെൻകിയിൽ നിന്ന് പുറത്തുവരുന്ന ഹൃദയഭേദകമായ ചിത്രങ്ങൾ എന്ന കുറിപ്പോടെ അപകടത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ട്. ഈ ഭയാനകമായ അപകടത്തിൽ ആഘാതമേറ്റ ലൂയിസ്വില്ലെ സമൂഹത്തിനും ഫ്ലൈറ്റ് ജീവനക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്നോടൊപ്പം ചേരുമെന്നാണ് അദ്ദേഹം മറ്റൊരു എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചത്. അപകടത്തിൽ മരിച്ചവരുടെയോ അതോടൊപ്പം തന്നെ അപകട കാരണങ്ങളുടെയോ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത് എന്താണ് ഈ വിമാനം ഇങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള ഒരു പ്രധാന കാരണമെന്ന വിവരമാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അന്വേഷണം തുടരുന്നതിനാൽ അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരുന്നതായാണ് വിവരം. AFAയും അതോടൊപ്പം തന്നെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡിലെയും ഉദ്യോഗസ്ഥരാണ് അന്വേഷണത്തിനായി അപകട സ്ഥലത്തേക്ക് അയച്ചിട്ടുള്ളത്. NTSBയെ അന്വേഷണത്തിന് നേതൃത്വം നൽകാൻ വിന്യസിച്ചിട്ടുണ്ടെന്നും US ഗതാഗത സെക്രട്ടറി പറയുന്നുണ്ട്. നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡാകും അന്വേഷണത്തിന് നേതൃത്വം നൽകുക. അതേസമയം അപകടം നടന്നതായി UPS എയർലൈനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. തങ്ങളുടെ വിമാനത്തിലൊന്ന് അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. വിശദ വിവരങ്ങൾ ഉടൻ അറിയിക്കുമെന്നാണ് എക്സിലൂടെ കമ്പനി പറയുന്നത്. 1991 നിർമ്മിച്ച മക്ഡൊണാൾഡ് ഡഗ്ലസ് MD-11 വിമാനമാണ് തകർന്നു വീണത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.